ഏതാനും മാസങ്ങളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഡ്യൂറൻ രേഖയ്ക്ക് തീപിടിച്ചിരിക്കുന്നു. ബ്രിട്ടീഷ് ഭരണാധികാരിയായിരുന്ന സർ ഹെൻറി മോർട്ടിമർ ഡ്യൂറന്റ് 1893 വരച്ചു ചേർത്ത 2640 കിലോമീറ്റർ ദൈർഘ്യമുള്ള അതിർത്തി രേഖയ്ക്ക് ഇന്ന് ചോരച്ചുവപ്പാണ്. അവിടെ നടക്കുന്നത് വെറും അതിർത്തി തർക്കങ്ങളല്ല, സമ്പൂർണ്ണ യുദ്ധമാണ്. പാകിസ്ഥാനി യുദ്ധവിമാനങ്ങൾ അഫ്ഗാനിലെ 22 ഇടങ്ങളിൽ ആക്രമണം നടത്തി. താലിബാനും TTPയുമായി ബന്ധപ്പെട്ട 274 പേർ കൊല്ലപ്പെട്ടു. 73 താലിബാൻ സൈനിക പോസ്റ്റുകൾ തകർക്കുകയും 18 എണ്ണം പിടിച്ചെടുക്കുകയും ചെയ്തു. 115ലധികം ടാങ്കുകളും കവചിത വാഹനങ്ങളും മറ്റും തകർത്തു എന്നും പാകിസ്ഥാന്റെ അവകാശവാദം. ഈ പാക് ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് താലിബാൻ സേന അതിർത്തിയിലെ പാകിസ്ഥാനി പോസ്റ്റുകൾക്ക് നേരെയും വലിയ ആക്രമണം നടത്തി. 19 പോസ്റ്റുകൾ പിടിച്ചെടുക്കുകയോ നശിപ്പിക്കുകയോ ചെയ്തുവെന്നും 55 പാക് സൈനികരെ കൊന്നു എന്നുമാണ് അഫ്ഗാന്റെ അവകാശവാദം. അഫ്ഗാൻ ആക്രമണത്തിന് കാരണമായതാകട്ടെ കഴിഞ്ഞ ഞായറാഴ്ച അഫ്ഗാനിസ്ഥാനിലെ TTP ISKP താവളങ്ങൾക്കെതിരെ എന്ന പേരിൽ പാക് വ്യോമസേന നടത്തിയ ആക്രമണവും. TTP നേതാക്കളെ കൈമാറാൻ താലിബാന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇല്ലെങ്കിൽ കാബൂളിലെ തന്ത്രപ്രധാനമായ ഭരണകേന്ദ്രങ്ങൾക്ക് നേരെ അതിശക്തമായ മിസൈൽ ആക്രമണം നടത്തുമെന്നാണ് ഭീഷണി. അതേസമയം പാകിസ്ഥാൻ ചെയ്യുന്ന എല്ലാ തിന്മകൾക്കും തിരിച്ചടി നൽകുമെന്നാണ് താലിബാന്റെ മറുപടി. TTP പാകിസ്ഥാന്റെ ആഭ്യന്തര പ്രശ്നമാണെന്നും മേഖലയെ അസ്ഥിരപ്പെടുത്താൻ പാകിസ്ഥാൻ ഉണ്ടാക്കുന്ന കാരണം മാത്രമാണിതെന്നും താലിബാൻ അവകാശപ്പെടുന്നു. സമീപകാലത്ത് പാകിസ്ഥാനിൽ നടന്ന നിരവധി ചാവേർ ആക്രമണങ്ങൾക്ക് പ്രതികാരമായാണ് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ചതെന്ന് പാകിസ്ഥാൻ അവകാശപ്പെടുന്നു. ഭീകരർ അഫ്ഗാനിസ്ഥാനിലെ സുരക്ഷിത താവളങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതായാണ് പാക് പട്ടാളത്തിന്റെ ആരോപണം. തങ്ങളുടെ ക്ഷമ നശിച്ചെന്നും ഇപ്പോൾ നടക്കുന്നത് അഫ്ഗാനിസ്ഥാനെതിരായ തുറന്ന യുദ്ധമാണെന്നും പറഞ്ഞുകൊണ്ടാണ് പാക് പ്രതിരോധ മന്ത്രി ഗോജ അസീഫ് അവർക്കെതിരായ ആക്രമണം ആരംഭിച്ചത്. ഓപ്പറേഷൻ ഗസബ് ലിഗ് ഹഗ് എന്നാണ് അഫ്ഗാനെതിരായ പോരാട്ടത്തിന് പാകിസ്ഥാൻ ഇട്ട പേര്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് രാജ്യമെങ്കിലും വിവിധ യുദ്ധമുന്നണികളിലേക്ക് പണം തിരിച്ചുവിടുകയാണ് പാക് പട്ടാളം. ആണവരാഷ്ട്രമായ പാകിസ്ഥാൻ അതിജീവനത്തിനു വേണ്ടി ഒരേ സമയം പല യുദ്ധമുന്നണികളിൽ പോരാടുകയാണ്. പടിഞ്ഞാറ് താലിബാൻ, തെക്ക് ബലൂച്ച് വിപ്ലവകാരികൾ, കിഴക്ക് ഇന്ത്യ. പാക് അധീന കാശ്മീരിലും സിന്ധ് പ്രവിശ്യയിലും ഗിൽജിത്ത് ബൾട്ടിസ്ഥാനിലും നടക്കുന്ന സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ, കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, വിലക്കയറ്റം, പ്രതിപക്ഷ നേതാവായ ഇമ്രാൻഖാൻ ജയിലിൽ പീഡിപ്പിക്കപ്പെടുന്നുവെന്ന തോന്നൽ, അങ്ങനെ അകത്തും പുറത്തും പ്രശ്നങ്ങളാണ്. ശരിക്കുള്ള ഭരണം ഫീൽഡ് മാർഷൽ അസീം മുനീർ കൈയാളുകയും പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ലോകവേദികളിൽ പരിഹാസ്യനാവുകയും ചെയ്യുമ്പോൾ ഈ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരം എളുപ്പമല്ല. ബലൂചിസ്ഥാനിൽ പലയിടത്തും പാക് സൈന്യത്തിന്റെ നിയന്ത്രണം കാര്യമായില്ല. ബലൂച്ച് വിമോചന സേനയുടെ സമാന്തര സർക്കാർ പലയിടത്തും ഭരണം നടത്തുന്നു. തീവണ്ടികൾ ഹൈജാക്ക് ചെയ്യുന്നതും പട്ടാള വാഹനങ്ങളെ ആക്രമിക്കുന്നതും പാക് ചൈന സാമ്പത്തിക ഇടനാഴി പദ്ധതികളെ ആക്രമിക്കുന്നതും ഒന്നും വാർത്തയല്ലാതായിരിക്കുന്നു. ഇപ്പോൾ ചാവേർ ആക്രമണങ്ങളും പതിവായി. BLAയുടെ ചാവേർ വിഭാഗമായ മജീദ് ബ്രിഗേഡ് ഇന്ന് ആധുനിക സാങ്കേതിക വിദ്യയും സ്വർണ്ണക്കടത്തും വഴി ലഭിക്കുന്ന പണവും ഉപയോഗിച്ച് പാക് നാവികസേനാ താവളങ്ങൾ ആക്രമിക്കുന്നു. ഖൈബർ പക്തൂൻഗോയിൽ TTP ദിവസവും ഡ്രോണുകളും സ്ഫോടക വസ്തുക്കളും ഉപയോഗിച്ച് പാക് പട്ടാളത്തിന്റെ സ്വൈര്യം കെടുത്തുകയാണ്. പാക് അധീന കാശ്മീരിലും ഗിൽജിത്ത് ബൾട്ടിസ്ഥാനിലും സാമ്പത്തിക അവഗണനയ്ക്കും ജനസംഖ്യാടിസ്ഥാനത്തിലെ മാറ്റങ്ങൾക്കുമെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങൾ അക്രമാസക്തമായിട്ടുണ്ട്. സിന്ധ് പ്രവിശ്യയിൽ സിന്ധി ദേശീയവാദി ഗ്രൂപ്പുകൾ വിഭവ ചൂഷണവും സാംസ്കാരിക അരികുവൽക്കരണവും ചൂണ്ടിക്കാട്ടി കൂടുതൽ സ്വയംഭരണമോ വേർപിരിയലോ വേണമെന്ന് ആവശ്യപ്പെടുന്നു. പാകിസ്ഥാന്റെ ഏക വരുമാന മാർഗമായ കറാച്ചി തുറമുഖത്തെ സ്തംഭിപ്പിക്കുക എന്ന തന്ത്രമാണ് അവർ പയറ്റുന്നത്. അതേസമയം പാക് അഫ്ഗാൻ അതിർത്തിയിൽ നടക്കുന്ന സംഭവങ്ങൾ ഇന്ത്യ വളരെ ശ്രദ്ധയോടെയാണ് വീക്ഷിക്കുന്നത്. ഫെബ്രുവരി 22-ന് അഫ്ഗാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള സിവിലിയന്മാർ കൊല്ലപ്പെട്ടതിനെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. കുറച്ചുകാലമായി ഇന്ത്യയും താലിബാനും തമ്മിൽ ഊഷ്മളമായ ബന്ധമാണുള്ളത്. കഴിഞ്ഞ ഒക്ടോബറിൽ താലിബാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുത്താഖി ഇന്ത്യ സന്ദർശിച്ചിരുന്നു. അഫ്ഗാൻ മണ്ണിൽ നിന്നും ഇന്ത്യക്കെതിരായ ഭീകരപ്രവർത്തനം അനുവദിക്കില്ലെന്ന് താലിബാൻ നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ്. വളരുന്ന ഈ ഇന്ത്യ താലിബാൻ സൗഹൃദത്തെ തങ്ങളുടെ സുരക്ഷയ്ക്കുള്ള തന്ത്രപരമായ ഭീഷണിയായാണ് പാകിസ്ഥാൻ കാണുന്നത്. ബലൂചിസ്ഥാനിലെ കലാപങ്ങൾക്കും പാകിസ്ഥാനിൽ നടക്കുന്ന അജ്ഞാതരുടെ വിളയാട്ടത്തിനുമൊക്കെ പാകിസ്ഥാൻ ഇന്ത്യയെയാണ് കുറ്റപ്പെടുത്താറ്. എന്നാൽ അതിനൊന്നും യാതൊരു തെളിവുകളുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. പാകിസ്ഥാനിലെ പ്രശ്നങ്ങൾ ഒറ്റനോട്ടത്തിൽ ഇന്ത്യക്ക് സന്തോഷകരമായ കാര്യമാണെങ്കിലും പാകിസ്ഥാൻ ഛിന്നഭിന്നമാകുന്നത് ഇന്ത്യക്ക് അത്ര നല്ല കാര്യമല്ല. ആഗോള ഭീകരരുടെ കേന്ദ്രമായ പാകിസ്ഥാൻ ഇല്ലാതാകുമ്പോൾ, ഭീകര സംഘടനകൾക്ക് കേന്ദ്രീകൃത നിയന്ത്രണം ഇല്ലാതാകുമ്പോൾ രാജ്യത്ത് നുഴഞ്ഞുകയറ്റവും ഭീകരാക്രമണങ്ങളും വർദ്ധിക്കാനിടയുണ്ട്. വലിയ അഭയാർത്ഥി പ്രശ്നങ്ങളും ഇതുമൂലമുണ്ടാകാം.